അശ്വതി വിശ്വനാഥൻ പതിവ് പോലെ എനിക്കൊപ്പം ഉണ്ട് കാലാവസ്ഥ വിശേഷങ്ങളുമായി. അശ്വതി, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴയാണ് അശ്വതി, എല്ലായിടത്തും അലേർട്ടുകളും ഉണ്ട്. ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ എല്ലായിടത്തും അലേർട്ടുള്ളൊരു ദിവസം കൂടിയാണ്, നല്ല അടിപൊളി മഴയും കൂടിയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളും കോളേജും ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മൂടി പൊതിച്ചുറങ്ങുന്ന കുട്ടികളെല്ലാവരും മൂടി പൊതിച്ചുറങ്ങുന്ന ഒരു അന്തരീക്ഷമാണല്ലോ ഇത്. അത് മാത്രമല്ല പലരും പല തിരക്കിലുള്ളൊരു സമയം കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ഈ ഫ്ലോറിൽ കയറുന്നതിന് മുൻപ് എൻ്റെ സുഹൃത്തിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. എവിടെയാണെന്ന് ചോദിച്ചു, വെറുതെ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ മുക്കുറ്റിപ്പൂ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലാണ് ഈ മുക്കുറ്റിപ്പൂ അന്വേഷിച്ച് നടക്കുന്നൊരു സമയം എന്ന് പറയുന്നത്. ഈ മുക്കുറ്റിപ്പൂ ഇങ്ങനെ കയ്യിലരച്ച് കുറി തൊടുകയാണ് കർക്കിടക മാസത്തിൽ ചെയ്യാറ്. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എല്ലായിടത്തും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ മുക്കുറ്റിപ്പൂവിനെ അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടിയും കിട്ടിയത്. ഈ മുക്കുറ്റിപ്പൂവിനെ മൂക്കുത്തിപ്പൂ എന്നും കൂടി പറയും. കാരണം അതിൻ്റെ ആ കമ്പ് ചെറിയ നേരിയതായതുകൊണ്ട് ഈ മൂക്കുത്തിയുടെ ഹോളിലേക്ക് കയറും. മൂക്കുത്തിയായിട്ട് വെറുതെ തമാശയ്ക്ക് ഇടുന്നവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവൾ പറഞ്ഞു തന്ന കഥകളാട്ടോ. അപ്പോൾ അങ്ങനെ മുക്കുറ്റിപ്പൂ അന്വേഷിച്ച് നടക്കുന്ന കുറേ പേര്, അങ്ങനെ വേറെ കുറേ തിരക്കുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഇതിന് കുറച്ച് സമയം ഞാൻ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ പറയാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് വേഗം കിടക്കാം. അപ്പോൾ പതിവ് പോലെ സംസ്ഥാനത്തെ മാപ്പ് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതിതീവ്ര മഴ തന്നെയാണ് ഇന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയുള്ളൊരു ദിവസമാണിത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ അലേർട്ടാണുള്ളത് നോക്കാനുള്ളൊരു സമയമാണ്. നോക്കാം. കാലാവസ്ഥാ വകുപ്പിൻ്റെ നിലവിലെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. അതേസമയം 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഈ 4 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടും ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അലേർട്ടുകളും മുന്നറിയിപ്പുകളും എന്ന് പറയുന്നത്. അപ്പോൾ എന്നും ഈ കാലാവസ്ഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അലേർട്ടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല. ഈ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് അപകടങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. റോഡിലായാലും വഴികളിലായാലും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നു, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ മുന്നറിയിപ്പുകൾ മാത്രമല്ല, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് തുടർച്ചയായി നല്ല മഴയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ മഴയ്ക്കുള്ള കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഈ തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ഈ ശക്തമായ മഴയ്ക്കുള്ള കാരണം. അപ്പോൾ മഴ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ശക്തമായ കാറ്റും കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിലുണ്ട്. അപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അറിഞ്ഞ സ്ഥിതിക്ക് മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇനി കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും എല്ലാം തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ജാഗ്രത പാലിക്കുക. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക. അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി ഇന്ന് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്നിട്ടുള്ള മധ്യ കിഴക്കൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ചില അവസരങ്ങളിൽ ഇതിനേക്കാളും കൂടാം. അതായത് 65 കിലോമീറ്റർ വരെയൊക്കെ ശക്തമായി വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. കാരണം മഴയായിട്ടുള്ള മുന്നറിയിപ്പുകൾ പറഞ്ഞു, മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഇനി ഇതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്. അതിനായി നമ്മൾ അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കുക, ജാഗ്രത പാലിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. സേതു. ഓക്കെ, ശരി.